അതെ, നിങ്ങൾ വെറുതെ എൻ്റെ പെറിയാടുന്ന സമയം കളയണ്ട. ഞാൻ പ്രേമിച്ചതിനെ കിട്ടു, പക്ഷേ എൻ്റെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടാക്കുന്നൊരു പെണ്ണെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഇളങ്കാറ്റടിച്ച പോലെ ഒരു ദിവസം അവളിങ് വരും. അവൾക്ക് വേണ്ടിയ വെയിറ്റിംഗ്. ഒരു യമണ്ടൻ, കിണുപ്പൻ, ക്ലിപ്പാം കൂടി വെയിറ്റിംഗ്. അപ്പോൾ സഹോദരൻ. കയ്യാലെ കേറും. മീനുണ്ടാ നോക്കി. കിട്ടിയിട്ടില്ല. സ്റ്റാഡി വന്നതാ. നമ്മുടെ കാര്യത്തിലല്ല രക്ഷയുണ്ടോ സഹോദരൻ? ഇപ്പോഴും കിണിക്കല്ലേ. നിങ്ങളെല്ലാവരും അവന്റെ പുറകെ നടന്നു തന്നെയല്ലേ? എന്നിട്ട് അവൻ സഹോദരനായിട്ട് കാണണോന്ന് പറഞ്ഞപ്പോ നിങ്ങളെല്ലാവരും അപ്പ തന്നെ വിട്ടു. എന്റെ സ്നേഹം ആത്മാർത്ഥമായതുകൊണ്ട് ഞാൻ ഇപ്പോഴും അവന്റെ പുറകെ നടക്കും. പിന്നെ അവനീ പറയണ സ്പാർക്ക് ഉണ്ടല്ലോ, അത് ഇന്നല്ലെങ്കിൽ നാളെ എന്നോട് തോന്നിയിരിക്കും. നോക്കിക്കോ. ഞാൻ കണ്ടോളൂ, ഞാൻ മാത്രം കണ്ടോളൂ. കോട്ടൺ സാരി നല്ല തലവർത്തിയതല്ലേ. ഒന്നുമില്ല. പാപ്പം കഴിച്ചാ മോൻ. എന്റെ പോയല്ലോ നീ കേട്ടില്ലേ? ചേച്ചി വെച്ചാ ഒരു മാച്ചും ഇല്ലല്ല. തന്റെ തീരുമാനത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ. ഈ സ്പാർക്ക് അടുത്ത മാസം എന്റെ കല്യാണോട്. തനിക്ക് സ്പാർക്ക് വരാൻ വേണ്ടി എത്ര കാലം വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാ. പക്ഷെ വീട്ടുകാരെ സമ്മതിക്കുന്നില്ലടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, മിന്നി കെട്ടുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് എന്നെ വിളിച്ച ഞാൻ ഇറങ്ങി വരാട്ടോ. സോറിഡോ. ഇതൊക്കെ എന്ത് പറ്റാണ്? അത് ഞാവൽപ്പഴം വീണ എന്റെ പാടാ. ഞാവൽപ്പഴോ? ആ ഫസ്റ്റ് താനേ ഈ ലോകം മുഴുവൻ ഞാവൽപ്പഴം അന്വേഷിച്ചു കിടന്നപ്പോ എന്റെ വീട്ടിലുണ്ടായിരുന്നൊരു ഞാവൽ മരം. താനത് കണ്ടില്ല. ഇത് കഴുകിയ പൊക്കോളും. അത് കരയണം, കഴുകിയ പോവില്ല. ഓ എന്നാ പോട്ടെ സഹോദര. ഇന്നലെ ഒരു ദുസ്വപ്നം കൂടെ ഞെട്ടിപ്പോടാ. എന്താ ദുസ്വപ്നം? നമ്മ രണ്ടുപേരും പണിക്കോണ്. പിന്നെ ഞാനെന്റെ സ്വപ്നത്തിൽ പിന്നെ ഞാൻ ഇല്ലാട്ടാ. മേലെ ഞങ്ങൾ ഒരു സ്വപ്നത്തിലും ഞാനില്ല. ഞാനുമില്ല. 20 ബോണ്ട, 60 ചായ, 20 പരിപ്പോട, 20 പഴംപൊരി. സാധനം റെഡിയാക്കി വെക്കൂ. കാശ് കണക്കൂട്ടി പറഞ്ഞാൽ ഇപ്പൊ തന്നെ കാം. ഇത്രയും കണക്കൂട്ടിലും ഭേദം കട പൂട്ടുന്നു. കടക്കാരാ എന്തിനാണ് തീ അടക്കുന്നത്? ഒറ്റൊന്നിന് കേരളത്തിൽ അടുപ്പിക്കില്ല. ചേട്ടാ കണക്ക് തെറ്റിന് കാലിച്ചടം. ചേട്ടാ ചേട്ടാ ഇയാളൊരു നിർഗുണ പരബ്രഹ്മൻ തന്നെ. വീട്ടിൽ കൂഷ്മാണ്ടങ്ങൾ ബംഗാളികൾക്ക് കൊടുക്കൂലെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവൻ ബംഗാളിയല്ലേ, മലങ്കാളിയാണ്. ഇവിടെ നമ്മള് മലയാളികളായിട്ട് ജനിച്ചത് എന്ത് ഭാഗ്യമുള്ളേ. എന്താണ്? വല്ല ബംഗാളിയായിട്ട് ജനിച്ചെങ്കിൽ അന്യ സംസ്ഥാനത്ത് പോയി പണിയെടുത്ത് നമ്മുടെ നടുവോടി ഞാൻ. അയ്യോ ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി റോബോട്ട് ഉണ്ടെങ്കിൽ എന്ത് സൂപ്പർ ആയിരുന്നല്ലേ. പിന്നെ നമുക്കൊന്നും ചെയ്യണ്ടല്ല. അത് ശരിയാവൂല. റോബോട്ടിന് സ്വിച്ച് ഉണ്ടാവും, അത് ഓഫ് ഓണും ചെയ്യണ്ടേ. അതാരും ഞാൻ ചെയ്യുന്നില്ല. ഞാനും ചെയ്യൂല. വേറെ എന്ത് ചെയ്യാൻ പറ്റൂടാ നമുക്ക്? ഇപ്പൊ ഇങ്ങനെ ഇരിക്കണേലും വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് ഒരു കുഴപ്പമില്ല. ഓ ഒരു രക്ഷയില്ലടാ. ആ കൊച്ചിനെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ ഭയങ്കര അഭിപ്രായമുള്ള. എന്തായാലും നിന്റെ സെലക്ഷൻ കൊള്ളാം. നമുക്ക് ആ SI ഒന്ന് വിളിച്ചു നോക്കിയാലോ? വിളിക്കാനുള്ളതൊക്കെ ഞാൻ വിളിച്ചാണ്. ഒരു വിവരമില്ല. എന്തേലും വിവരം കിട്ടി അവരെ ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു. എന്നാലും എന്റെ കൊച്ചെ, നീ ഇതെവിടെയാണ്? ഞങ്ങൾ ലല്ലുനെ വെറുതെ കഷ്ടപ്പെടുത്താണ് ഇങ്ങോട്ട് വന്നൂടെ? മറ്റേ കൊച്ചിലുള്ളത് ഏത്? എന്താ ഉളിഞ്ഞോക്കണേ? ഞാൻ പറഞ്ഞില്ലേ ഉളിഞ്ഞോക്കരുത് പോത്തെ. ഇയാളെന്തിനാ ചൂടാണത്? ഇതിനെ കാണുമാനില്ലെന്നാ കഴിഞ്ഞ ദിവസം കൂടി അങ്ങ് കണ്ടാണല്ലോ. ഇന്നലെ
നിങ്ങൾ എവിടെ കണ്ടു? ഈ കൊച്ചനാണ് എവിടെ? 2.0 പോരട്ടാ. ഇങ്ങനെ പോയ രജനീകാന്ത് രക്ഷപ്പെടുന്ന എനിക്ക് വന്നല്ല. 500 തോക്കൊക്കെ എടുത്ത ഒരാൾ വെടി വെക്കണേ. മനുഷ്യനോട് തോട്ടി വെക്കാൻ പറ്റണം. ഞാൻ മര്യാദക്ക് പറഞ്ഞാണ് സിനിമക്കൊന്നും പോകണ്ടെന്ന്. വെറുതെ ഇരിക്കേണ്ട 3 മണിക്കൂർ വേസ്റ്റ് ആയി. കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിരുന്ന? ഏയ് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ചെറിയ മുട്ടല്ലേ ഉള്ളൂ. പിന്നെ തൊട്ടടുത്ത് തന്നെ 3-4 ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ. അവിടെ എവിടെയെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അതിനടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അന്വേഷിച്ച ആളെ കിട്ടും. ഈ ലോകത്ത് ഒരു കാര്യവും വേസ്റ്റ് അല്ല. നിങ്ങൾ രണ്ടൊരു മുത്താണ്, മുത്ത്. Mira,